രണ്ടാം വാർഡിലുള്ള ഒരു വോട്ടറാണ് മമ്മൂട്ടിയൊക്കെയുടെ അഭിപ്രായം എന്താണെന്നില്ല നമുക്കൊന്ന് കേൾക്കാം. എന്താണ് രണ്ടാം വാർഡിൻ്റെ മുൻകാലങ്ങളിലെ അഭിപ്രായം ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ. ഇവിടെ ഒരു പ്രാവശ്യം പോലും ഇവിടെ കഴിച്ചിട്ടുള്ളൂ. ആര്? മറ്റേ എന്താ പറയുക, ശാന്തമ്മ ടീച്ചർ, യു ഡി എഫ്. അന്നത്തെ മെച്ചം നമുക്ക് ആലോചിച്ചാൽ പോരെ. അന്നത്തെ കാലങ്ങളിൽ ഇവിടെ വികസനമൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ കാലം കുളം കുത്തിണ ഒരു വികസനം തന്നെ, അല്ലാത്തൊരു വികസനം ഇപ്പോൾ ഉണ്ടായില്ല. ആർക്കും ഒരു വീട് കൊടുത്തുണോ? വീട്, റോഡുകൾ കൊടുത്തില്ലല്ലോ. അതാണ് നോട്ടെ കൊണ്ട് കാണില്ല. അത് പിന്നീട് ഭരണം മാറിയപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ മാറ്റങ്ങളുണ്ടല്ലോ. മെച്ചം കോണായിട്ട് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ. ഈ പ്രാവശ്യം ഒരു കൂടി മെച്ചമുണ്ടായി. എന്നിട്ടും ജനങ്ങൾ തലമാറിയാൽ എന്തിക്കണ്. അപ്പം കഴിഞ്ഞ വർഷത്തെ LDFിൻ്റെ 5 വർഷത്തെ ഭരണം അബ്ദുറബ് ജയിച്ചെന്നേ, അല്ല ശാന്തമ്മ ടീച്ചർ ജയിച്ചെന്ന്. അബ്ദുറബൊക്കെ നമ്മളെ വീട്ടിൽ വന്നീ. അന്ന് ഇൻഡോ സെൽഫാൻ്റെ ഒരു ഇതുണ്ടായല്ലോ, അത് അന്വേഷിക്കാൻ വേണ്ടിയാണ്. അത് നമ്മളെ വീട്ടിൽ വന്ന് മജീദ്, അബ്ദുറബ്, പിന്നെ മറ്റേ പണ്ടടുത്താണ് പറയാ വക്കീൽ മനാഫ്, അതൊക്കെ വീട്ടിലാന്നാ. അന്ന് വന്നു പോയി എന്നല്ലാതെ അത് ചായ ഞാൻ കൊടുത്ത ചിലവില്ല കേട്ടോ എനിക്ക്. അത് ഇല്ലാന്ന് ഞാൻ തന്നെ പറയുന്നുണ്ട്. ഒരു വന്ന് കഴിച്ച് പോയി എന്നുള്ള എല്ലാ ഒരു പ്രത്യേകത നമുക്ക് ഉണ്ടായില്ല. എന്നിട്ടാ പോലും ഇവിടെ മറിച്ചാൽ നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 5 വർഷത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം ഇവിടെ ഏതാണ്ട് വിലകളൊക്കെ 10 വില ഇവിടെ കിട്ടിയില്ലേ. റോഡ് കാര്യങ്ങൾ, കക്കൂസ്, റോഡുകൾ. പിന്നെ ഈ കൊറോണൻ്റെ പറയണ്ട, മോദി സർക്കാരിൻ്റെ വിചാരിച്ചോ. എന്നാൽ ജനങ്ങൾ ഇതുവരെ ബുദ്ധിമുട്ടില്ലാതെ അവിടെ ജീവിച്ചു. ഇപ്പോൾ ഈ കൊറോണയല്ല 10 മാസമായിട്ട് ആരും ഇവിടെ പട്ടിണി കിടക്കുന്നവരുണ്ടോ? പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പെൻഷൻ്റെ കാര്യം ഒരു കടമ്പ് കിട്ടിയാലും കൂടി ഇപ്പം പറയാൻ കഴിയും. കാരണം എനിക്ക് ചെക്കിൽ കിട്ടി 3500 റുപ്യ, അത് ബാക്കിയുള്ളതിന്. പിന്നെ ഒരു മാസം ഇപ്പോൾ എത്രയാണ് കിട്ടണം പെൻഷനായിട്ട്? ഒരു മാസം 1400 ജനുവരി 1500 കിട്ടുമെന്ന് അറിയണം. പെൻഷൻ കറക്റ്റ് പോലെ കൊടുക്കണമുണ്ട്. ഒരു തുടങ്ങിയെന്നാൽ 500 റുപ്യല്ലേ ഉള്ളായിരുന്നു. അതിമൊന്ന് 600 പോയി, പിന്നെ 1000 പോയി, അങ്ങനെ അങ്ങോട്ട് കഴിച്ചിലായി വന്നാലേ. അതിനൊക്കെ പോലെ എതിർക്കാറിന്. അപ്പം എന്താ ചെയ്യണം? ഓരോ എതിർത്തോട്ടെ, ഓരോ ചെയ്യണം, ഓരോ നോക്കട്ടെ. നമ്മളോട് ചെയ്യണേ നമ്മൾ നോക്കുക. രണ്ടാം വാർഡ് കഴിഞ്ഞ പ്രാവശ്യം 40 ഉണ്ടായി, ഈ പ്രാവശ്യം 80 ആവും.